കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നോക്കിക്കഴിഞ്ഞാൽ നാജിലുണ്ട് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന മെയിനായിട്ടുണ്ട് ഈ ഷാനിനെ കുറിച്ച് കുറ്റം പറയാനും ഷാനുമായിട്ട് ഇനി ജീവിതമൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ആൾക്കാർ നാജിലിക്കെതിരെ ഭയങ്കരമായിട്ട് മോശമുള്ള രീതിയിലൊക്കെ സംസാരം തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാജിലയുടെ മോളുണ്ട് ഇതാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നാജിലയുടെ അമ്മയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നാജിലയുടെ കൂടെ വരാൻ തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ നാജില ഉണ്ടെങ്കിൽ ഒരുപാട് വെട്ടുണ്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് കുട്ടി പറയുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു നാജിലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആകപ്പാട് അവളെ ഒരു വട്ടം മാത്രമാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ മുഖത്തുണ്ടെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ അവളടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷാനുണ്ടെങ്കിൽ മദ്യപിച്ച് വന്ന സമയത്തായിരുന്നു ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷനിൽ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ ഞാൻ വേറെ ഒരു കാര്യം അവളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവളുണ്ടെങ്കിൽ ഇത് കണക്ക് ഞാൻ അവളെ കെട്ടിത്തൂക്കി അടിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു പാവമാണ്. എന്തിനാണ് അവളെ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായിരുന്നാലും അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മൂമ്മയുടെ കൂടെ പോയി നിൽക്കുന്നത്. അവരും ഞാനുമായിട്ട് സെറ്റ് ആവത്തില്ല. എന്നെക്കുറിച്ച് ഒരുപാട് മോശമുള്ള കാര്യങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എനിക്ക് ഇഷ്ടമല്ല. എന്തായിരുന്നാലും ശരി, എന്നോട് ഇങ്ങനെ അവൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാണ് നാജില വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.